2012 ഡിസംബർ 16 ഡൽഹിയിലെ ഒരു സാധാരണ രാത്രിയായിരുന്നു അത്. എന്നാൽ ആ രാത്രി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്നതും വേദനാജനകവുമായ ഒരു സംഭവത്തിന് സാക്ഷിയായി. ദക്ഷിണ ഡൽഹിയിലെ സാകേത് പ്രദേശത്തുള്ള സെലക്ട് സിറ്റി വാക്ക് മാളിൽ തിയേറ്ററിൽ സിനിമ കണ്ട ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 23 വയസ്സുള്ള ഒരു പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയും അവളുടെ സുഹൃത്തും. പരിശീലനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എത്തിയിരുന്ന ആ യുവതി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പഠിക്കുകയായിരുന്നു. സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി ഇരുവരും മുനീർഖയിലെ നിന്നും ദ്വാരകയിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോൾ അതിനുള്ളിൽ ചിലർ ഉണ്ടായിരുന്നുവെങ്കിലും അത് സാധാരണ യാത്രയായിരിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ ബസ്സിനുള്ളിലെ സാഹചര്യം മാറി. ബസ്സിലുണ്ടായിരുന്ന 6 പേരിൽ ചിലർ യുവതിയെയും സുഹൃത്തിനെയും ശല്യപ്പെടുത്താൻ തുടങ്ങി. യുവതിയുടെ സുഹൃത്ത് അതിനെ ചോദ്യം ചെയ്തപ്പോൾ അക്രമികൾ അയാളെ ആക്രമിക്കുകയും ചെയ്തു. ഇരുമ്പുവടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചതോടെ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് അക്രമികൾ യുവതിക്ക് നേരെ തിരിഞ്ഞു. അവൾ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആക്രമികൾ അവളെ ക്രൂരമായി മർദ്ദിക്കുകയും ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. ആക്രമണം അതീവ ക്രൂരമായിരുന്നു. ഇരുമ്പുകമ്പി ഉപയോഗിച്ചും മറ്റും അവളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. സംഭവത്തിനിടെ അവൾക്ക് ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഗുരുതരമായ ക്ഷതങ്ങളേറ്റു. രാത്രി ഏകദേശം 11 മണിയോടെ ആക്രമികൾ യുവതിയെയും അവളുടെ സുഹൃത്തിനെയും ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇരുവരും അർദ്ധനഗ്നരായ നിലയിൽ റോഡരികിൽ കിടക്കുകയായിരുന്നു. അതുവഴി പോയ ഒരാൾ അവരെ കാണുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവളുടെ നില അതീവ ഗുരുതരമായിരുന്നു. ശരീരത്തിനുള്ളിലെ പല അവയവങ്ങൾക്കും ഗുരുതരമായ ക്ഷതങ്ങളുണ്ടായിരുന്നു. ചികിത്സയ്ക്കിടെ അവൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി. സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിലിരിക്കെ അവൾക്ക് 3 തവണ ഹൃദയാഘാതം ഉണ്ടായതായി പിന്നീട് സിംഗപ്പൂരിലെ ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തു. അവളുടെ നില കൂടുതൽ വഷളായതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി 2012 ഡിസംബർ 27 സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ ഡോക്ടർമാർ അവളുടെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ശരീരത്തിനുണ്ടായ ഗുരുതരമായ പരിക്കുകളിൽ നിന്ന് അവൾക്ക് മുക്തി നേടാനായില്ല. അങ്ങനെ 2012 ഡിസംബർ 29 ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. അവൾ പിന്നീട് ലോകം മുഴുവൻ നിർഭയ എന്ന പേരിലാണ് അറിഞ്ഞത്. ഇന്ത്യയിലെ നിയമപ്രകാരം ലൈംഗികാതിക്രമത്തിന് ഇരയായവളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി അവളുടെ യഥാർത്ഥ പേര് പൊതുവായി ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. പിന്നീട് പെൺകുട്ടിയുടെ കുടുംബം അവളുടെ പേര് ജ്യോതി സിംഗ് എന്നാണെന്ന് പൊതുവായി വെളിപ്പെടുത്തി. സംഭവം പുറത്തു വന്നതോടെ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധം ആരംഭിച്ചു. ഡൽഹിയിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി ഇറങ്ങി. യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും വിവിധ സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ നൽകണമെന്നും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഡിസംബർ 22 മുതൽ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ്, റൈൻസിന ഹിൽസ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ വലിയ ജനക്കൂട്ടങ്ങൾ പ്രതിഷേധവുമായി എത്തി. പ്രതിഷേധം ചില ഘട്ടങ്ങളിൽ അക്രമാസക്തമായി മാറിയതോടെ പോലീസിന് ജലപീരങ്കിയും കണ്ണീർവാതകവും ലാത്തി ചാർജും ഉപയോഗിക്കേണ്ടി വന്നു. പല പ്രദേശങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജന്തർ മന്തർ പ്രതിഷേധത്തിനുള്ള പ്രധാന കേന്ദ്രമായി മാറി. പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ നൽകണമെന്നത് മാത്രമായിരുന്നു. ഈ പ്രതിഷേധം ഡൽഹിയിൽ മാത്രം ഒതുങ്ങിയില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ മെഴുകുതിരി തെളിയിച്ച് മാർച്ചുകൾ നടത്തി. സോഷ്യൽ മീഡിയയിലും സംഭവം വലിയ ചർച്ചയായി. സ്ത്രീകളുടെ സുരക്ഷ, രാത്രി സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം, പോലീസിന്റെ ഉത്തരവാദിത്തം, ലൈംഗിക അതിക്രമങ്ങളോടുള്ള സമൂഹത്തിന്റെ സമീപനം എന്നിവയെക്കുറിച്ചും രാജ്യവ്യാപകമായി ചർച്ചകൾ നടന്നു. പ്രതിഷേധങ്ങൾക്കിടെ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും അക്രമം ഒരു പരിഹാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളെ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നും ഇത്തരം സംഭവങ്ങൾ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് ഉറപ്പു നൽകി. ഡിസംബർ 17 തന്നെ പോലീസ് കുറ്റവാളികളെ തിരിച്ചറിഞ്ഞിരുന്നു. ഡിസംബർ 18 ഇന്ത്യയിൽ ഒട്ടാകെ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ബസിന്റെ ഡ്രൈവറായ രാം സിംഗ്, ഇയാളുടെ സഹോദരൻ മുകേഷ് സിംഗ്, വിനയ് ശർമ്മ,
പവൻ ഗുപ്ത, അക്ഷയ് ഠാക്കൂർ എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് കേസിൽ പ്രതികളായത്. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ നിയമപ്രകാരം ജുവനൈൽ ജസ്റ്റിസ് സംവിധാനത്തിന് കീഴിലാണ് പരിഗണിച്ചത്. മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം തീഹാർ ജയിലിൽ പാർപ്പിച്ചു. ജയിലിനുള്ളിൽ മറ്റ് തടവുകാരിൽ നിന്ന് ആക്രമണമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ രാം സിംഗ് 2013 മാർച്ച് 11 തീഹാർ ജയിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ജയിൽ അധികൃതർ അത് ആത്മഹത്യയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതോടെ കേസിലെ നിയമ നടപടികളിൽ മറ്റൊരു വലിയ വഴിത്തിരിവുണ്ടായി. കേസിൽ പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റങ്ങൾ ചുമത്തി. തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടബലാത്സംഗം, പ്രകൃതിവിരുദ്ധ ലൈംഗിക അതിക്രമം, കവർച്ചയ്ക്കിടെയുള്ള ആക്രമണം തുടങ്ങിയ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്തി. പിന്നീട് വിചാരണ മുന്നോട്ടു പോയപ്പോൾ കേസിന്റെ തെളിവുകളും സാക്ഷിമൊഴികളും മെഡിക്കൽ തെളിവുകളും വിശദമായി പരിശോധിക്കപ്പെട്ടു. കേസിലെ പ്രതികൾക്കെതിരെ വിചാരണ ആരംഭിച്ചതോടെ രാജ്യത്തിന്റെ ശ്രദ്ധ വീണ്ടും കോടതിയിലേക്ക് തിരിഞ്ഞു. കുറ്റക്കാരെ കർശനമായി ശിക്ഷിക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. കേസിലെ നിയമ നടപടികൾ മുന്നോട്ടു പോകുന്നതിനിടെ വിവിധ ഘട്ടങ്ങളിൽ അപ്പീലുകളും ഹർജികളും സമർപ്പിക്കപ്പെട്ടു. പിന്നീട് മരണശിക്ഷ നടപ്പാക്കുന്നത് വൈകിക്കാനുള്ള നിയമപരമായ ശ്രമങ്ങൾ നടന്നതും വലിയ പൊതുചർച്ചയ്ക്ക് കാരണമായി. പ്രായപൂർത്തിയായ 4 പ്രതികൾ മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് ഠാക്കൂർ ഒടുവിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവർ കോടതികളിൽ അപ്പീലുകളും ദയാഹർജികളും സമർപ്പിച്ചു. ഓരോ നിയമപരമായ സാധ്യതയും ഉപയോഗിച്ച് ശിക്ഷ നടപ്പാക്കുന്നത് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അധികൃതർ ആരോപിക്കുകയും ചെയ്തു. 2017 സുപ്രീം കോടതി 4 പ്രതികളുടെ മരണശിക്ഷ ശരിവെച്ചു. തുടർന്ന് പ്രതികൾ തിരുത്തൽ ഹർജികളും ദയാഹർജികളും ഉൾപ്പെടെ വിവിധ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചു. 2020 ജനുവരിയിലും ഫെബ്രുവരിയിലും മരണ വാറന്റുകൾ പുറപ്പെടുവിച്ചെങ്കിലും വിവിധ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ അവ പലതവണ മാറ്റിവെക്കേണ്ടി വന്നു. 2020 മാർച്ച് 20 പുലർച്ചെ 5:30 മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് ഠാക്കൂർ എന്നിവരെ തീഹാർ ജയിലിൽ തൂക്കിലേറ്റി. പിന്നീട് 4 പേരുടെയും മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അങ്ങനെ 2012 ഡിസംബർ 16 ഡൽഹിയിലെ ഒരു ബസ്സിൽ ആരംഭിച്ച ഭീകരമായ സംഭവം 8 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം 2020 മാർച്ച് 20 4 പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കിയതോടെ അവസാനിച്ചു. എന്നാൽ ആ കേസ് അവിടെ അവസാനിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിർഭയ കേസ് ഇന്ത്യയിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചയ്ക്ക് വലിയ വഴിത്തിരിവായി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം കൂടുതൽ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. നിയമങ്ങൾ ശക്തമാക്കുന്നതിലും പോലീസ് സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നതിലും ഇരകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നതിലും ഈ സംഭവത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഡൽഹിയിലെ തെരുവുകളിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ പിന്നീട് രാജ്യത്തിൻ്റെ നിയമ സാമൂഹിക സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന വലിയ പ്രസ്ഥാനമായി മാറി. നിർഭയ കേസ് ഇന്ത്യയുടെ മനസ്സിൽ ഒരു മായാത്ത മുറിവായി തുടരുന്നു. ഒരു യുവതിക്കെതിരെ നടന്ന അതിക്രൂരമായ ആക്രമണത്തിൻ്റെ കഥ മാത്രമല്ല അത്. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും നീതിക്കായുള്ള പോരാട്ടത്തെക്കുറിച്ചും നിയമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും രാജ്യം ഒരുമിച്ച് ചിന്തിക്കാൻ നിർബന്ധിതമായ ഒരു സംഭവമായിരുന്നു അത്. ആ രാത്രിയിലെ ക്രൂരതയ്ക്കെതിരെ ഉയർന്ന ശബ്ദങ്ങളാണ് പിന്നീട് ഇന്ത്യയിലെ നിയമങ്ങളിലും പൊതുചർച്ചകളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിമിനൽ നിയമങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. 2013 ക്രിമിനൽ ലോ നിയമത്തിലൂടെ ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വ്യവസ്ഥകൾ കൂടുതൽ ശക്തമാക്കി. ആസിഡ് ആക്രമണം, ലൈംഗിക പീഡനം, സ്റ്റോക്കിംഗ്, വോയൂറിസം തുടങ്ങിയ കുറ്റങ്ങൾക്കായി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവന്നു. അതിക്രൂരമായ ലൈംഗിക ആക്രമണം മരണത്തിലേക്കോ സ്ഥിരമായ സത്യാവസ്ഥയിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ കർശനമായ ശിക്ഷകൾക്കും നിയമത്തിൽ ഇടം ലഭിച്ചു.